ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ ഇന്ന് പുനരാരംഭിക്കും. നാവികസേനയുടെ നേതൃത്വത്തിൽ പുഴയിൽ വീണ്ടും റഡാർ പരിശോധന നടത്താനാണ് തീരുമാനം. ലോറിയുടെ സ്ഥാനം മാറിയിട്ടുണ്ടോ എന്നറിയുകയാണ് ലക്ഷ്യം. കാർവാറിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ് തീരുമാനം. സന്തോഷ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട്. സന്തോഷ്, നിലവിൽ ഈ തെരച്ചിൽ അടിയന്തരമായി ഊർജിതമായി തന്നെ പുനരാരംഭിക്കണമെന്ന വലിയ ആവശ്യം അർജുൻ്റെ കുടുംബത്തോടൊപ്പം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായി ചെലുത്തിയിട്ടുണ്ട്. അതിനിടയിൽ ഇപ്പോൾ അവിടുത്തെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് പരിശോധനയ്ക്ക് ഏറെക്കുറെ ആശ്വാസകരമായ രീതിയിലുള്ള അവസ്ഥയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് ഇപ്പോൾ വീണ്ടും തെരച്ചിൽ തുടരുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്? കാവ്യ, നേരത്തെ ഗംഗാവാലി പുഴയിലെ ശക്തമായ അടിയൊഴുക്കും പ്രതികൂല കാലാവസ്ഥയും കാരണമായിരുന്നു അർജുൻ രക്ഷാ ദൗത്യം നിർത്തിവെച്ചിരുന്നത്. ഇപ്പോൾ ഷിരൂരിൽ കാലാവസ്ഥ മാറിയിട്ടുണ്ട്. കഴിഞ്ഞ 4 ദിവസമായി മഴ പെയ്തിട്ടേയില്ല. മാത്രമല്ല, ഈ ഗംഗാവാലി പുഴയിലെ അടിയൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. ഏറ്റവും അവസാനമായി പരിശോധിച്ചപ്പോൾ 5.4 നോട്ട്സ് ആയിരുന്നു ഗംഗാവാലി പുഴയിലെ അടിയൊഴുക്ക്. എന്നാൽ അതും വെള്ളത്തിലിറങ്ങിയുള്ള പരിശോധനയ്ക്ക് ഒരു അനുകൂലമായ ഒരു അടിയൊഴുക്കല്ല, അല്പം കൂടി കുറയേണ്ടതുണ്ട്. പക്ഷേ അതിന്റെ ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ ഇപ്പോൾ നേവിയുടെ സോണാർ പരിശോധന ഇന്ന് ആരംഭിക്കും എന്നാണ് ഇപ്പോൾ അർജുന്റെ കുടുംബത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. കൃത്യമായി ലോറിയുടെ സ്ഥാനം കണ്ടെത്തുന്നതിനായാണ് സോണാർ പരിശോധന നടത്തുന്നത്. നേരത്തെ പരിശോധനയിൽ ചില സ്പോട്ടുകളെല്ലാം കണ്ടെത്തിയിരുന്നെങ്കിലും പിന്നീട് ഇപ്പോൾ ദിവസങ്ങളായി ഈ ദൗത്യം നിർത്തിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒന്നുകൂടി പരിശോധന നടത്തി കൃത്യമായി ആ ഒരു ലോറിയുടെ സ്ഥാനം ഉറപ്പിക്കുക എന്നുള്ളതാണ് സോണാർ പരിശോധന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വെള്ളത്തിനടിയിൽ എവിടെയാണ് ഈ സ്ഥാനം എന്നുള്ളത് നിശ്ചയിക്കുകയാണ് ചെയ്യുക. 9:30 നാവികസേനയുടെ സംഘം ഇവിടേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ആദ്യഘട്ടത്തിൽ ഈ സോണാർ പരിശോധന നടത്തി സ്ഥാനം നിശ്ചയിച്ചതിന് ശേഷമായിരിക്കും പിന്നീട് മറ്റ് നടപടികളിലേക്ക് കടക്കുക. അതോടൊപ്പം തന്നെ ഈ അടിയൊഴുക്കിന്റെ ഒരു നിലവിലെ അവസ്ഥ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. സോണാർ പരിശോധനയ്ക്ക് ശേഷം ആ പരിശോധന കൂടി നടക്കും. നിലവിൽ നാവികസേന മുങ്ങൽ വിദഗ്ധർക്ക് മുങ്ങി പരിശോധന നടത്താനുള്ള അത്രയും അനുകൂലമായ അടിയൊഴുക്കിന്റെ അവസ്ഥയാണെങ്കിൽ ഉടൻ തന്നെ ആ പരിശോധനയും ആരംഭിക്കും. കാവ്യ.